ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മൾ ഇന്നലെ തന്നെ കേക്ക് മുറിയും സെലിബ്രേഷൻസും ഒക്കെ കഴിഞ്ഞു. ഇന്നങ്ങനെ പ്രത്യേകിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ബർത്ത്ഡേ കൂടാതെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊന്ന് വ്ളോഗ് ചെയ്തേക്കാന്ന്. നോർമലി എല്ലാ ബർത്ത്ഡേക്കും ഞാൻ ലീവ് എടുക്കാറുണ്ട്. ഓഫീസിലൊന്നും പോകാറില്ല, എവിടെയെങ്കിലും വേറെ പുറത്തു പോകാറാണ് പതിവ്. പക്ഷേ ഇന്ന് ഓഫീസിലൊക്കെ പോയി ഒരു നോർമൽ ഡേ ആണ്. അപ്പൊ നമുക്ക് എന്തായാലും തീരുമാനിച്ച സ്ഥിതിക്ക് ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്തേക്കാം. അപ്പൊ എല്ലാരും കാണണം കേട്ടോ. അപ്പൊ എങ്ങനെയാ, നമ്മൾ പോവല്ലേ? പോയേക്കാം. ഇന്നൊരു 2:30 ആകുമ്പോഴേക്കും ഓഫീസിൽ നിന്ന് ഇറങ്ങണം. അതുകൊണ്ട് തന്നെ വേറെ എവിടെയും പോവാതെ പണിയൊക്കെ വേഗം എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കാര്യമായിട്ട് പണിയൊന്നും കഴിഞ്ഞില്ലെങ്കിലും കറക്റ്റ് ടൈം ആകുമ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നൊരു മൂഡുണ്ടായിരുന്നില്ല പണിയെടുക്കാൻ വേണ്ടിയിട്ട്. നേരെ റൂമിലേക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങി റൂമിലേക്ക് വന്നപ്പോഴത്തേക്കും അവിടെയാണെങ്കിൽ വെള്ളമില്ല. താഴെ പോയി അങ്കിളിനോട് പറഞ്ഞപ്പോഴത്തേക്കും അവൾ പറഞ്ഞത് 5 മണിയൊക്കെ കഴിയും വെള്ളം വരാമെന്നാണ്. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, താഴെ പോയി ക്യാനൊക്കെ എടുത്തിട്ട് അങ്ങ് നല്ലൊരു കുളി പാസ്സാക്കി. നമ്മളൊരു ട്രിപ്പ് പോകുന്നത് എൻ്റെ ബർത്ത്ഡേൻ്റെ ഭാഗമായിട്ട് സർപ്രൈസ്. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബറിൽ പോകുന്നത്. പക്ഷെ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളെല്ലാം വഴിയെ കാണാം. നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഫസ്റ്റ് ഫ്ലൈറ്റ് ഗോവയിലേക്കാണ്, പിന്നെയാണ് സെക്കൻഡ് ഫ്ലൈറ്റിന് കയറേണ്ടത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 8:30 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ അതൊരു ഹാഫ് ആൻ അവർ ഡിലേ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മെല്ലെ അവിടത്തേക്ക് എത്തി. എന്താ പറയുക, ഒരു സർപ്രൈസ് ആയിട്ടുള്ളൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ കാര്യമായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് പോയ സമയത്ത് കേസനോട് പറഞ്ഞ് 2-3 ഡ്രസ്സ് എടുത്തു എന്നുള്ളത്. അവന് മുന്നേ ഈ പ്ലാൻസ് ഒക്കെ ഉണ്ട്. ബട്ട് ഞാനങ്ങനെ എനിക്ക് വേണ്ടിയായിട്ട് ഇവൻ പറയുന്ന കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ വന്നു, അത്രേ ഉള്ളൂ. അത് നല്ലൊരു രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ഒന്നുമില്ല. പിന്നെ നമ്മൾ കുറേ നേരം ഡിലേ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം അതിലൂടെ ചുറ്റി നടന്നു. നമ്മളൊരുമാതിരി ഷോപ്പിലൊക്കെ പോയി ഡ്രസ്സ് എടുക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. എയർപോർട്ടിലെത്തിയിട്ട് നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി നടക്കുകയായിരുന്നു. നമ്മളും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ നല്ല വിശപ്പുണ്ടായിരുന്നു രണ്ടാക്കും. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കയറി. നമ്മൾ KFC ആദ്യം പോയത്. പക്ഷെ അവിടുത്തെ ഫുഡും അവിടുത്തെ എന്താ പറയുക ആൾക്കാരതൊക്കെ കണ്ടപ്പോഴത്തേക്കും നമുക്ക് ഒട്ടും വേർത്തല്ലാത്ത തോന്നിയിട്ട് നമ്മൾ വീണ്ടും കുറേ സ്ഥലത്ത് കുറേ കടകളിലൊക്കെ കയറി. പക്ഷെ അവിടുത്തെ റേറ്റ് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തിനാ ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുന്നതെന്ന് തോന്നിപ്പോയി. റൈസിനൊക്കെ ഭയങ്കര പൈസയാണ്. നമ്മൾ വീണ്ടും KFC തന്നെ വന്നിട്ട് ബർഗറും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ റൈസും ക്രിസ്പി റൈസും ബർഗറും ഒക്കെ ഓർഡർ ചെയ്തിട്ട് അതൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്കും ഒരു ഓൾമോസ്റ്റ് വിശപ്പൊക്കെ അടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഫ്ലൈറ്റിൻ്റെ സ്ഥലത്തേക്ക് പോയി. പിന്നെ പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മൾ എല്ലാ സമയവും ഒരേ കാര്യം ചെയ്തുകൊണ്ടിരുന്ന ബോറടിക്കൂലേ? അപ്പം ഞാനും ദിവസം എങ്ങനെ വെച്ചാൽ ആഴ്ചക്കാഴ്ചക്ക് നാട്ടിൽ പോകുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ ബോറടിയില്ല. പക്ഷെ അതൊരു വീക്ക് ചില ടൈമിൽ പെട്ടെന്ന് പോകാം. 5 ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം പോലെ അങ്ങ് പോകും. ചില ദിവസങ്ങളിൽ കുറച്ച് ടൈം എടുക്കും പോകാൻ വേണ്ടിയിട്ട്. ബട്ട് വി ആർ എൻജോയിങ് ബോത്ത്. ലൈക്ക് ജോബും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ബാക്കിയുള്ള കാര്യങ്ങളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹലോ, ആർ യു എക്സൈറ്റഡ് ഫോർ യുവർ ഫസ്റ്റ് ഫ്ലൈറ്റ്? വൈ? നീ ഓൾറെഡി പോയതുകൊണ്ട് ഞാനല്ലേ പോയത്, നീ പോയിട്ടല്ല. ബസ് വന്നിട്ടുണ്ട്. അവൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഒക്കെ എന്താ പറയുക, നമ്മളിങ്ങനെ വിചാരിക്കും കയറുന്നതിൻ്റെ മുന്നൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ എന്താ പറയുക, ഞാനും ഫസ്റ്റ് ടൈം കയറിയ സമയത്തൊക്കെ ഞാൻ അങ്ങനെയൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം കാരണം നമ്മൾ ചെറുപ്പത്തിലോട്ടേ ഇങ്ങനെ എന്താ പറയുക മുകളിലൂടെ ഇങ്ങനെ വിമാനം പോകുന്ന സമയത്ത് ടാറ്റ പറയലും, പക്ഷെ സ്റ്റിൽ വി വിൽ ഡു ദാറ്റ്. ബട്ട് എന്താ പറയുക, ആ ഒരു ഫീലിംഗ് എപ്പോഴും അവിടെ ഉണ്ടാവും. വലിയ എന്തോ ഒരു സംഭവം എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ ഇറ്റ്സ് നൈസ്. ലൈക്ക് ദെൻ ഇങ്ങനെ എന്താ പറയുക, ഈ എയർ ഹോസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ട് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തരുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും അവരെ ജോലീൻ്റെ കാര്യമൊക്കെ. കാരണം എന്താ പറയുക, ചിലർക്ക് മേ ബി ബോറടിക്കുമായിരിക്കും എപ്പോഴും അവർക്ക് ട്രാവൽ ചെയ്യണം ഇങ്ങനെ. പക്ഷെ ചിലവർക്ക് ഭയങ്കര എൻജോയ് ചെയ്യുന്നവരും ഉണ്ടാവും. ബട്ട് അതെല്ലാ ജോലിയും അങ്ങനെ തന്നെയാണ്, അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ എന്താ പറയുക
ഗോവയിലെത്തി. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. താങ്ക് യു. നമ്മൾ ചെറിയ ചെറിയ ട്രിപ്സ് ഒരുപാട് പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു 3-4 ഡേയ്സ് നമ്മളിങ്ങനെ ഒരു ട്രിപ്പിന് വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ട്രിപ്പിൻ്റെ പേരിൽ. പക്ഷേ ഇപ്പം നമ്മൾ നല്ല പോറടിക്കാൻ വേണ്ടി പോകുന്ന സമയമാണ്. കാരണം നമുക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റ് ഉള്ളത് ഒരു 7-8 hours ശേഷമാണ്. അതുവരെ നമ്മളിങ്ങനെ എയർപോർട്ടിൽ ഇങ്ങനെ ഇരിക്കണം. രണ്ടാളും ഭയങ്കര ടയേർഡുമാണ്. നമുക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല ഇന്നും. സോ അതിൻ്റേതായ വിഷമമുണ്ട്. ബട്ട് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ലൈക്ക് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ താഴെ ഇറങ്ങിയിട്ട് കുറച്ച് ലഗേജ് വരാൻ വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വരാൻ കുറേ സമയം എടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ മാറി മാറി എടുത്തുകൊണ്ട് got it. നമ്മൾ രണ്ടാൾക്കാരും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഭയങ്കര ധൃതി കൂട്ടുന്ന ആൾക്കാരാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആണ്. കാരണം നമുക്ക് ഒരുപാട് സമയം മുന്നിലുണ്ട്. ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനുമില്ല. വെള്ളം വേണ്ടേ? ഇങ്ങനെ വേഗം തൂക്കി നടന്ന ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ആസ്തരസ്ഥരാവാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്ക് എന്താ പറയുക, കുറച്ച് ഇരിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ പോയി ഇരുന്നു കുറച്ച് സമയം. ബിക്കോസ് നാളെ രാവിലെ വരെ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അങ്ങനെ ഇവിടെയൊക്കെ കറങ്ങി നടത്തപ്പം തോന്നി കൊള്ളാം, എയർപോർട്ട് മൊത്തത്തിൽ അങ്ങനെ വലിയ കുഴപ്പമില്ല. നമ്മളെ ബാംഗ്ലൂരിൻ്റെ എയർപോർട്ടിൻ്റെ അത്ര ഒന്നും എത്തൂലെങ്കിലും ഇറ്റ് വാസ് ഗുഡ്, നൈസ്. എന്താ പറയുക, ഒരുപാട് ലൈറ്റ്സ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഹായ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിട്ട് വെയിറ്റ് ചെയ്യാണ് ഇവിടെ. രണ്ടാൾക്കും നല്ല ഉറക്കമുണ്ട്. ഇന്നലെയും മര്യാദ ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ
എൻ്റെ ബർത്ത്ഡേ അല്ലാതെ ഇന്നത്തെ ദിവസത്തിന് വേറൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. കാരണം നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് 1 ഇയർ തികയുന്ന ദിവസമാണ്. സോ ഭയങ്കര ഹാപ്പിയാണ്. കാരണം കഴിഞ്ഞ ബർത്ത്ഡേയിലായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1.3K ഉണ്ട്. സോ ഐ എം സോ ഹാപ്പി. എപ്പോഴും എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.